ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ആതിര. നമ്മൾ ഇന്ന് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് ന്യൂ ഇഷ്യൂ ആണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ പ്രൈമറി മാർക്കറ്റ് വരെയുള്ള ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മെത്തേഡ്സിൻ്റെ കീഴിൽ തന്നെ വരുന്നതാണ് പബ്ലിക് ഇഷ്യൂ, IPO, FPO തുടങ്ങിയവ. അപ്പോൾ അത്രയും നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിലൂടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ക്ലാസ് എല്ലാവരും പൂർണ്ണമായിട്ടും കാണുക. കൂടാതെ ലെക്ചർ നോട്ട് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇനി നമുക്ക് മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് ന്യൂ ഇഷ്യൂ ആണ് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ കൈൻഡ്സ് ഓഫ് ഇഷ്യൂ എന്നൊക്കെ പറയാറുണ്ട്. ഏതൊക്കെ മെത്തേഡ്സ് ആണ് എന്ന് നോക്കി. പബ്ലിക് ഇഷ്യൂ വരുന്നുണ്ട്. പബ്ലിക് ഇഷ്യൂവിൻ്റെ കീഴിൽ വരുന്നത് ഏതൊക്കെയാണ്? IPOയും FPOയും അഥവാ ഇനീഷ്യൽ പബ്ലിക് ഓഫറും ഫർദർ പബ്ലിക് ഓഫറും. ഓരോന്നിൻ്റെയും ഫുൾ ഫോം പഠിക്കണം കേട്ടോ. പബ്ലിക് ഇഷ്യൂ, അതിൻ്റെ കീഴിൽ IPO, FPO, പിന്നെ അത് കൂടാതെ നമുക്ക് ഓഫർ ത്രൂ പ്രോസ്പെക്ടസും ഓഫർ ഫോർ സെയിലും ഇതിൻ്റെ കൂടെ തന്നെ പഠിക്കാനുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വരുന്നുണ്ട്. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിൻ്റെ കൂടെ വരുന്നതാണ് പ്രിഫറൻഷ്യൽ ഇഷ്യൂ, ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ് പ്രോഗ്രാം. മൂന്നാമതായിട്ട് റൈറ്റ് ഇഷ്യൂ, ദെൻ ബോണസ് ഇഷ്യൂ, ലാസ്റ്റ് വൺ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ. ഇത്രയാണ് ഇഷ്യൂ ആയി ബന്ധപ്പെട്ടുള്ള മെത്തേഡ്സ്. ഇതിൽ ഓരോന്നും എന്തൊക്കെയാണ്? പബ്ലിക് ഇഷ്യൂ എന്താണ്, അതിൻ്റെ കീഴിൽ വരുന്ന IPO എന്താണ്, FPO എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ആദ്യത്തേത് പബ്ലിക് ഇഷ്യൂ. പബ്ലിക് ഇഷ്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? പബ്ലിക് ഇഷ്യൂ പുതിയ ഇൻവെസ്റ്റേഴ്സിന് സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് നമ്മൾ പബ്ലിക് ഇഷ്യൂ എന്ന് പറയുന്നത്. പുതിയ ഇൻവെസ്റ്റേഴ്സിന് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പബ്ലിക് ഇഷ്യൂ എന്ന് പറയുന്നത്. പബ്ലിക് ഇഷ്യൂവിൽ പബ്ലിക്കിന് ഓരോ കമ്പനിയുടെ ക്യാപിറ്റലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നോക്കിയേ, പബ്ലിക് ഇഷ്യൂ ഈസ് ആൻ ഇഷ്യൂ വെർ എനിബഡി ആൻഡ് എവരിബഡി ക്യാൻ സബ്സ്ക്രൈബ് ടു ദ സെക്യൂരിറ്റീസ്. ആർക്ക് വേണമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം. വെൻ ആൻ ഇഷ്യൂ ഓർ ഓഫർ ഓഫ് സെക്യൂരിറ്റി ഈസ് മെയ്ഡ് ടു ന്യൂ ഇൻവെസ്റ്റേഴ്സ് ഫോർ ബിക്കമിംഗ് പാർട്ട് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഫാമിലി ഓഫ് ദ ഇഷ്യൂ, ഇറ്റ് ഈസ് കോൾഡ് പബ്ലിക് ഇഷ്യൂ. ന്യൂ ഇൻവെസ്റ്റേഴ്സിന് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് നമ്മൾ പബ്ലിക് ഇഷ്യൂ എന്ന് പറയുന്നത്. ആ പബ്ലിക് ഇഷ്യൂവിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ അഥവാ IPO, പിന്നെ ഫർദർ പബ്ലിക് ഓഫർ എന്നും. ഇനീഷ്യലും ഫർദർ പബ്ലിക് ഓഫർ IPO എന്നും FPO എന്നും നമ്മൾ പബ്ലിക് ഇഷ്യൂവിനെ ക്ലാസിഫൈ ചെയ്യുന്നു. ഇനി എന്താണ് IPO എന്ന് പറയുന്നത്? എന്താണ് IPO അഥവാ ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത്? ഒരു അൺലിസ്റ്റഡ് കമ്പനി ഫ്രഷ് ഇഷ്യൂ ഓഫർ ചെയ്യുവാണ്, അതിനെയാണ് നമ്മൾ ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത്. ഒരു അൺലിസ്റ്റഡ് കമ്പനി ഫ്രഷ് ആയിട്ട് ഇഷ്യൂ നടത്തുന്നു, ആദ്യമായിട്ട് പബ്ലിക്കിന് സെക്യൂരിറ്റീസ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇഷ്യൂ നടത്തുന്നതിനെയാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ, വെൻ ആൻ അൺലിസ്റ്റഡ് കമ്പനി മേക്സ് എ ഫ്രഷ് ഇഷ്യൂ ഓർ ഓഫർ ഓഫ് എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റി ഫോർ സെയിൽ ഫോർ ദ ഫസ്റ്റ് ടൈം ടു ദ പബ്ലിക്, ആദ്യ ടൈമിൽ, അതിനെയാണ് എന്ത് പറയുന്നത്? ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത്. അപ്പോൾ അൺലിസ്റ്റഡ് കമ്പനി എന്താണ്? ലിസ്റ്റഡ് കമ്പനി എന്താണ്? അൺലിസ്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിലൊന്നും ലിസ്റ്റ് ചെയ്യാത്ത കമ്പനി കേട്ടോ. ഇപ്പോൾ ലിസ്റ്റഡ് കമ്പനി എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത കമ്പനീനെയാണ് നമ്മൾ ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ IPOയിൽ അൺലിസ്റ്റഡ് കമ്പനിയാണ് ആദ്യമായിട്ട് പബ്ലിക്കിന് വേണ്ടിയിട്ട് സെക്യൂരിറ്റീസ് ഒക്കെ സെയിൽ ചെയ്യുന്നതിനെയാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ഇൻ ലിസ്റ്റിംഗ് ആൻഡ് ട്രേഡിംഗ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അത് ലിസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനൊക്കെ സഹായിക്കുന്നു. രണ്ടാമത്തേത് ഫർദർ പബ്ലിക് ഓഫർ അല്ലെങ്കിൽ FPO. FPO എന്ന് പറയുന്നത് ഓൾറെഡി ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനി ഒരു ഫ്രഷ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് FPO എന്ന് പറയുന്നത്. ഓൾറെഡി ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനി ഒരു ഫ്രഷ് ഇഷ്യൂ മേക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫർദർ പബ്ലിക് ഓഫർ FPO എന്ന് പറയുന്നത്. ഫർദർ അല്ലെങ്കിൽ ഫോളോ എന്നും പറയും കേട്ടോ. ഫോളോ പബ്ലിക് ഓഫർ എന്നും പറയും. When a listed company makes either a fresh issue of security to the public or an offer for sale to the public is called FPO. It is also called follow-on public offer. Follow-on public offer എന്നും അറിയപ്പെടും. Then
It is the subsequent public offer of security of a listed company. FPO is also known as seasoned or subsequent public offer. ഒരു സബ്സിക്വൻ്റ് ആയിട്ടുള്ളതാണെങ്കിൽ അതിനെ എന്ത് പറയുന്നു? സീസൺഡ് അല്ലെങ്കിൽ സബ്സിക്വൻറ്റ് പബ്ലിക് ഓഫർ എന്നും പറയുന്നു. ഒരു സബ്സിക്വൻറ്റ് പബ്ലിക് ഓഫർ ഓഫ് സെക്യൂരിറ്റി ഓഫ് എ ലിസ്റ്റഡ് കമ്പനി FPO. ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുന്നത് FPOയിലാണ് വരുന്നത്. അൺലിസ്റ്റഡ് ആണെങ്കിലാണ് IPOയിൽ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതിന് സബ്സിക്വൻറ്റ് അല്ലെങ്കിൽ സീസൺഡ് പബ്ലിക് ഓഫർ എന്നും അറിയപ്പെടും. ഇനി പബ്ലിക് ഇഷ്യൂവിൻ്റെ കീഴിൽ വരുന്ന വേറെ മെത്തേഡ്സ് ആണ്. ദ മെത്തേഡ്സ് ഓഫ് ഓഫറിങ് എ പബ്ലിക് ഇഷ്യൂ ക്യാൻ ബി ഓഫ് 2 ടൈപ്സ്. ഏതൊക്കെയാണ്? ഓഫർ ത്രൂ പ്രോസ്പെക്ടസ്, പിന്നെയോ ഓഫർ ഫോർ സെയിലുമുണ്ട്. എന്താണ് ഓഫർ ത്രൂ പ്രോസ്പെക്ടസ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. പ്രോസ്പെക്ടസ് എന്ന് വെച്ചാൽ എന്താണ്? പ്രോസ്പെക്ടസ് ഒരു ഇൻവിറ്റേഷൻ ആണ് അല്ലേ? സബ്സ്ക്രിപ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻവിറ്റേഷനെയാണ് നമ്മൾ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് പ്രൈമറി മാർക്കറ്റിൽ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഓഫർ ത്രൂ പ്രോസ്പെക്ടസ് എന്ന് പറയുന്ന മെത്തേഡ്. നോക്കി, Public issue through prospectus is the most popular method of distribution of shares of a company. Prospectus is an offer document. Offer document അല്ലെങ്കിൽ invitation ആണ്. Containing details of the company, the name, address, etc. അങ്ങനെ എല്ലാ കാര്യങ്ങളെയും പറ്റിയിട്ട് ഇതിൽ പറയുന്നുണ്ടാവും, പ്രോസ്പെക്ടസിൽ പറയുന്നുണ്ടാവും. After going through these details, the public can decide either to subscribe or not to subscribe the shares. ഈ പ്രോസ്പെക്ടസ് എല്ലാം നോക്കി കഴിയുമ്പോൾ പബ്ലിക്കിന് തീരുമാനിക്കാം ഇത് സബ്സ്ക്രൈബ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. The draft of the prospectus must be approved by the board of directors, financial institution, designated stock exchange, etc. An abridged prospectus is being annexed to every share application form. Abridged prospectus എന്താ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ, അപ്പോൾ പഠിക്കാം. ഇപ്പോൾ ഇവിടെ എന്താണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്? ഒരു ഓഫർ ഡോക്യുമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഇൻവിറ്റേഷൻ ആണ്. പബ്ലിക്കിന് അവരുടെ കമ്പനിയുടെ ഡിബഞ്ചേഴ്സോ ഷെയർസോ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ഓഫർ ഡോക്യുമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഇൻവിറ്റേഷൻ ആണ് ഈ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. പ്രോസ്പെക്ടസിൽ കമ്പനിയായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ആ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞിട്ട് പബ്ലിക്കിന് തീരുമാനിക്കാം ഈ ഷെയർസ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണോ ചെയ്യണ്ടയോ എന്നുള്ളത് പബ്ലിക്കിന് തീരുമാനിക്കാവുന്നതാണ്. ഇനി ഓഫർ ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഓക്കെ, ഓഫർ ഡോക്യുമെൻ്റ് എന്താണെന്ന് നോക്കിയാൽ ആദ്യം. It is a document which contain all the relevant information about the company, its promoters, project, financial details, terms, object, etc. ഒരു കമ്പനിയായി ബന്ധപ്പെട്ട് എന്തൊക്കെ റെലവൻറ്റ് ഇൻഫോർമേഷൻ ഉണ്ടോ, ഇപ്പോൾ പ്രൊമോട്ടേഴ്സ് ആരാണ്, എന്തൊക്കെ പ്രൊജക്ട്സ് ആണ്, ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന ആ ഡോക്യുമെൻ്റ് ആണ് ഓഫർ ഡോക്യുമെൻറ്റ്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ഓഫർ ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് ജസ്റ്റ് നോക്കി. പ്രോസ്പെക്ടസ്, red herring prospectus, abridged prospectus, draft of document, then abridged letter of offer, placement document and shelf prospectus. ഇത്രയുമാണ് ഇതിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഓഫർ ഫോർ സെയിൽ പഠിക്കാനുള്ളത്. ഓഫർ ഫോർ സെയിലും ഓഫർ ത്രൂ പ്രോസ്പെക്ടസും ഒരുമിച്ചാട്ടോ. അപ്പോൾ ഓഫർ ത്രൂ പ്രോസ്പെക്ടസിൻ്റെ കീഴിൽ വരുന്നതാണ് ഓഫർ ഡോക്യുമെൻറ്റ്സ്. എന്നിട്ട് നമുക്ക് കൈൻഡ്സ്, ഓഫർ ഡോക്യുമെൻറ്റ്സിൻ്റെ ടൈപ്സ് അല്ലെങ്കിൽ കൈൻഡ്സ് ആണ് ഇനി നോക്കാനുള്ളത്. ടൈപ്സ് ഓഫ് ഓഫർ ഡോക്യുമെൻറ്റ്. പ്രോസ്പെക്ടസ് നമ്മൾ ആദ്യമേ പറഞ്ഞു എന്താണ്? ഒരു ഇൻവിറ്റേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ഓഫർ ഡോക്യുമെൻ്റ് ആണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അതിൽ കമ്പനിയായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. അത് പബ്ലിക് ഇഷ്യൂവിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെയോ ഇതിൽ പിന്നെ 2 കാര്യങ്ങൾ പറയുന്നത് നോക്കി. ഇൻ ദ കേസ് ഓഫ് ഫിക്സഡ് പ്രൈസ് ഇഷ്യൂ ആണെങ്കിൽ ഇറ്റ് ഈസ് ഫയൽഡ് വിത്ത് രജിസ്ട്രാർ ആണ് അത് ഫയൽ ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് ബുക്ക് ബിൽഡിംഗ് ഇറ്റ് ഈസ് ഫയൽഡ് ആഫ്റ്റർ ദ ക്ലോഷർ ഓഫ് ദ ഇഷ്യൂ. അപ്പോൾ ബുക്ക് ബിൽഡിംഗ് എന്താണ്? ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്ര ഓർത്ത് വയ്ക്കുക. ഫിക്സഡ് പ്രൈസ് ഇഷ്യൂ ആണെങ്കിൽ അത് രജിസ്ട്രാർ ആയിരിക്കും ഫയൽ ചെയ്യുന്നത്. കൂടാതെ ബുക്ക് ബിൽഡിംഗ് ആണെങ്കിൽ അത് ഇഷ്യൂവിൻ്റെ ക്ലോഷർ അവസാനമാണ്, ആഫ്റ്റർ ദ ക്ലോഷർ ഓഫ് ദ ഇഷ്യൂ ആയിരിക്കും അത് ഫയൽ ചെയ്യുന്നത്. ബുക്ക് ബിൽഡിംഗ് എന്താണെന്നുള്ളത് നമുക്കിത് കഴിയുമ്പോൾ പഠിക്കാനുണ്ട് കേട്ടോ. ഇനി അടുത്ത ഓഫർ ഡോക്യുമെൻ്റ് ഏതാണ്? റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ആണ്. എന്താണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് നോക്കി. ഇറ്റ് ഈസ് ആൻ ഓഫർ ഡോക്യുമെൻറ്റ് യൂസ്ഡ് ഇൻ ദ കേസ് ഓഫ് ബുക്ക് ബിൽഡ് പബ്ലിക് ഇഷ്യൂ. ബുക്ക് ബിൽഡ് പബ്ലിക് ഇഷ്യൂവിലാണ് ഇതും യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഫയൽഡ് വിത്ത് ദ രജിസ്ട്രാർ ആൻഡ് ഡസ് നോട്ട് കണ്ടെയ്ൻ ദ പ്രൈസ് ആൻഡ് ദ നമ്പർ ഓഫ് ഷെയർസ് ബീയിങ് ഓഫേർഡ്. എന്തൊക്കെ ഉണ്ടാവില്ലേ അതിൽ? പ്രൈസും
എത്ര ഷെയർസ് ആണ് അതിൻ്റെ പ്രൈസും ഈ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിൽ ഉണ്ടാവില്ല. ഇതിന് ആ പേര് വരാൻ കാരണം ഇത് റെഡ് കളറിലാണ്, അതുകൊണ്ടാണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ഇത് ബുക്ക് ബിൽഡ് പബ്ലിക് ഇഷ്യൂവിൻ്റെ കേസിലാണ് ഈ ഓഫർ ഡോക്യുമെൻറ്റ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും ഓർത്തു വയ്ക്കാം. അടുത്തത് എബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ്. It is the summarized form of a prospectus used in public issue. ഒരു സമ്മറൈസ്ഡ് ഫോമിനെയാണ് നമ്മൾ എബ്രിഡ്ജഡ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഗിവൺ എലോങ് വിത്ത് ദ ആപ്ലിക്കേഷൻ ഫോം ഓഫ് ദ പബ്ലിക് ഇഷ്യൂ. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ നമ്മൾ ഒരു സമ്മറി ഫോമായിട്ട് കൊടുക്കുന്ന പ്രോസ്പെക്ടസ് ആണ് ഇത് എബ്രിഡ്ജ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അപ്പോൾ റെഡ് ഹെറിംഗ് എന്ന് പറയുന്നത് ബുക്ക് ബിൽഡ് പബ്ലിക് ഇഷ്യൂവിൻ്റെ കേസിൽ യൂസ് ചെയ്യുന്ന ഓഫർ ഡോക്യുമെൻ്റ് ആണ്. അത് ഫില്ല് ചെയ്യുന്ന ആരാണ്? ഫയൽ ചെയ്യുന്ന രജിസ്ട്രാർ ആണ്. അതിൽ പ്രൈസ് എത്രയാണ് അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ഷെയർസ് ഓഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്നില്ല. പിന്നെ അതിന് റെഡ് കളർ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. റെഡ് ഹെറിംഗ് പഠിച്ചു വെക്കണേ. അടുത്തത് ഡ്രാഫ്റ്റ് ഓഫർ ഡോക്യുമെൻറ്റ്. ഇറ്റ് ഈസ് എ ഡ്രാഫ്റ്റ് ഓഫ് ആൻ ഓഫർ ഡോക്യുമെൻറ്റ് ഫയൽഡ് വിത്ത് സെബി ഫോർ ചേഞ്ചസ് ആൻഡ് വെരിഫിക്കേഷൻ. ആരാണ് ഫയൽഡ് വിത്ത് സെബിയിൽ ഫയൽ ചെയ്യുന്നത്? വെരിഫിക്കേഷൻസിനോ ചേഞ്ചസിനോ വേണ്ടിയിട്ട് സെബിയിൽ ഫയൽ ചെയ്യുന്ന ഒരു ഡ്രാഫ്റ്റാണ് ഇത് ഡ്രാഫ്റ്റ് ഓഫർ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. When it is available in the public domain, public can give comments. പബ്ലിക്കിന് എന്ത് ചെയ്യാൻ സാധിക്കും? കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാൻ വേണ്ടിയിട്ടും സാധിക്കും. ഇനി ലെറ്റർ ഓഫ് ഓഫർ അടുത്തതാണ്, മാറിപ്പോകരുത്. ലെറ്റർ ഓഫ് ഓഫർ എന്താണ്? ഇറ്റ് ഈസ് ദ ഓഫർ ഡോക്യുമെൻറ്റ് ഇൻ റൈറ്റ് ഇഷ്യൂയിലുള്ള ഓഫർ ഡോക്യുമെൻ്റ് ആണ് ഇത് ലെറ്റർ ഓഫ് ഓഫർ എന്ന് പറയുന്നത്. ആൻഡ് ഫയൽഡ് വിത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബിഫോർ ദ ഇഷ്യൂ. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ഫയൽ ചെയ്യേണ്ടത്. ഇപ്പോൾ ഡ്രാഫ്റ്റ് ഓഫർ എന്ന് പറയുന്നത് എന്താണ്? ഡ്രാഫ്റ്റ് ഓഫർ ഡോക്യുമെൻറ്റ് ചേഞ്ചസിനും വെരിഫിക്കേഷനും വേണ്ടി. ലെറ്റർ ഓഫ് ഓഫർ എന്ന് പറയുന്നത് റൈറ്റ് ഇഷ്യൂവിൻ്റെ ഓഫർ ഡോക്യുമെൻ്റ് ആണെന്നുള്ളതും ഓർത്തു വയ്ക്കാം. ഇനി അടുത്തത് എബ്രിഡ്ജ്ഡ് ലെറ്റർ ഓഫ് ഓഫർ. എബ്രിഡ്ജ് ലെറ്റർ ഓഫ് ഓഫർ എന്ന് വെച്ചാൽ എന്താ? ഈ ലെറ്റർ ഓഫ് ഓഫറിൻ്റെ ഒരു സമ്മറൈസ്ഡ് ഫോം അല്ലെങ്കിൽ ഈ ലെറ്റർ ഓഫ് ഓഫറിൻ്റെ ഒരു ഷോർട്ട് ആൻഡ് വേർഷനെയാണ് എബ്രിഡ്ജ്ഡ് ലെറ്റർ ഓഫ് ഓഫർ എന്ന് പറയുന്നത്. ഇതും ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ തന്നെയാണ് ഇത് സെൻഡ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ എബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് പറഞ്ഞില്ലേ, സെയിം തന്നെ. ദെൻ പ്ലേസ്മെൻറ്റ് ഡോക്യുമെൻറ്റ്. It is an offer document given to the qualified institutional placement. Qualified institutional placementന് കൊടുക്കുന്ന ഓഫർ ഡോക്യുമെൻ്റ് ആണ് പ്ലേസ്മെൻറ്റ് ഡോക്യുമെൻറ്റ്. ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ് ആരാണ് എന്നുള്ളത് നമ്മൾ അടുത്ത് ഇതിൽ തന്നെ പഠിക്കുന്നുണ്ട്. ഈ ക്ലാസ്സിൽ തന്നെ ഇതൊക്കെ നോക്കുന്നുണ്ട്. ബുക്ക് ബിൽഡിംഗ് നമ്മൾ അടുത്ത ക്ലാസ്സിലേ നോക്കുന്നുള്ളൂ. ഇപ്പോൾ പറഞ്ഞത് ഈ ക്ലാസ്സിൽ നോക്കുന്നുണ്ട്. ഇനി എന്താണ് ഷെൽഫ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്? It is a prospectus that enables public sector banks and public financial institutions to make a series of issue with a period of 1 year without the need of filing a fresh prospectus every time. ഓരോ തവണയും ഫ്രഷ് പ്രോസ്പെക്ടസ് എന്ത് ചെയ്യേണ്ട? ഇഷ്യൂ ചെയ്യേണ്ട. ഓരോ തവണയും ഫ്രഷ് പ്രോസ്പെക്ടസ് ഫയൽ ചെയ്യേണ്ട. അതിന് പകരമായിട്ട് ഒരു സീരീസ് ഓഫ് ഇഷ്യൂ, ഒരു 1 year പീരീഡിലേക്ക് ഒരു സീരീസ് ഓഫ് ഇഷ്യൂ നടത്താം. അതിനെയാണ് ഷെൽഫ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ഇത് പബ്ലിക് സെക്ടർ ബാങ്കിനും പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെയാണ് ഇത് പറ്റുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ പ്രോസ്പെക്ടസ് ദാറ്റ് എനേബിൾസ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആൻഡ് പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു മേക്ക് എ സീരീസ് ഓഫ് ഇഷ്യൂ വിത്ത് എ പീരീഡ് ഓഫ് 1 year വിത്തൗട്ട് ദ നീഡ് ഓഫ് ഫയലിംഗ് ഫ്രഷ് പ്രോസ്പെക്ടസ് എവറി ടൈം. ഓരോ സമയത്തും ഫ്രഷ് പ്രോസ്പെക്ടസ് എന്ത് ചെയ്യേണ്ട? ഫയൽ ചെയ്യേണ്ട. അതിന് പകരം ഒരു സീരീസ് ഓഫ് ഇഷ്യൂ നടത്തിയാൽ മതി. അതിനെയാണ് ഷെൽഫ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ടൈപ്സ് ഓഫ് ഓഫർ ഡോക്യുമെൻറ്റിൽ വരുന്നത്. ഇനി നമ്മൾ ആദ്യം ഓഫർ ത്രൂ പ്രോസ്പെക്ടസ് പഠിച്ചില്ലായിരുന്നോ പബ്ലിക് ഇഷ്യൂവിൻ്റെ കീഴിൽ? അതിൽ തന്നെ വരുന്നതാണ് ഓഫർ ഫോർ സെയിൽ. ഓഫർ ഫോർ സെയിൽ എന്തായിരുന്നു? ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് മെത്തേഡാണ്. പബ്ലിക് ഇഷ്യൂ നടത്താനുള്ള ഒരു ഇൻഡയറക്റ്റ് മെത്തേഡിനെയാണ് ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത്. Offer for sale is an indirect offer of security to the public through a sponsoring intermediary. ഒരു സ്പോൺസറിങ് ഇൻ്റർമീഡിയറി വച്ചിട്ട് നമ്മളൊരു ഇൻഡയറക്റ്റ് മെത്തേഡ്, പബ്ലിക് ഇഷ്യൂവിൻ്റെ ഒരു ഇൻഡയറക്റ്റ് മെത്തേഡിനെയാണ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഓഫർ ഓഫ് സെക്യൂരിറ്റീസിനെയാണ് ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത്. This is outright sale of shares through intermediary like issue house, merchant bankers, brokers, etc.
ഷെയർസ് ആർ നോട്ട് ഓഫേർഡ് ടു ദ പബ്ലിക് ഡയറക്റ്റ്ലി. പബ്ലിക്കിന് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഷെയർസ് ഓഫർ ചെയ്യുന്നില്ല. ഇൻ്റർമീഡിയറീസ് ആയ മെർച്ചൻറ്റ് ബാങ്കേഴ്സ്, ബ്രോക്കേഴ്സിൻ്റെ ഒക്കെ അതിൽ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷെയർസ് ഓഫർ ചെയ്യുന്നത്. The intermediaries after buying the entire shares resell them to the investing public. ഇപ്പോൾ ഇൻ്റർമീഡിയറീസ് അതൊക്കെ വാങ്ങിച്ചിട്ട് ആ entire ഷെയർസ് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യും, അത് റീസെല് ചെയ്യുകയാണ് ചെയ്യുന്നത്. Offer document: if an existing sponsoring intermediary of a company offer the security to the public for subscription through an offer document, it is known as offer for sale. അതൊരു ബാങ്ക് ആവാം, ബ്രോക്കർ ആവാം, അല്ലെങ്കിലോ മെർച്ചൻറ്റ് ബാങ്കേഴ്സ് ഒക്കെ ആവാം. കമ്പനി, ബ്രോക്കർ, പിന്നെ പബ്ലിക്. ഓക്കെ, അങ്ങനെയാണ് ഈ ഓഫർ ഫോർ സെയിൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടിംഗ് ന്യൂ ഇഷ്യൂവിൽ പബ്ലിക് ഇഷ്യൂ പഠിച്ചു. പബ്ലിക് ഇഷ്യൂവിൻ്റെ കീഴിൽ IPO, FPO, പിന്നെ എന്താണ് ഓഫർ ഡോക്യുമെൻറ്റ്സ് പഠിച്ചു. ടൈപ്പ് ഓഫ് ഓഫർ ഡോക്യുമെൻറ്റ്സ് പഠിച്ചു. പിന്നെ ഓഫർ ത്രൂ പ്രോസ്പെക്ടസും ഓഫർ ഫോർ സെയിലും പഠിച്ചു. ഇനി രണ്ടാമത്തത് റൈറ്റ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂ ഇതിനു മുമ്പ് നമ്മൾ പല തവണ കേട്ടിട്ടുള്ളതാണ് അല്ലേ. എന്താണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് നോക്കാം. ഷെയർസ് ഓഫേർഡ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് എ കമ്പനി ആർ കോൾഡ് റൈറ്റ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ, കമ്പനിയുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഷെയർസ് നമ്മൾ ഓഫർ ചെയ്യുന്നതിനെയാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. The right of shareholder to receive right shares is called pre-emptive right. അവർക്ക് ആ റൈറ്റ് ഷെയർസ് കിട്ടാനുള്ള റൈറ്റിനെ നമ്മൾ എന്ത് വിളിക്കും, pre-emptive right എന്ന് വിളിക്കും. The shares are offered in a particular proportion to the existing share ownership. ഒരു പർട്ടിക്കുലർ പ്രൊപ്പോർഷനിലാണ് അത് കൊടുക്കുന്നത് എന്നുള്ള കാര്യവും ഓർത്തു വയ്ക്കുക. അപ്പം റൈറ്റ് ഇഷ്യൂ അല്ലെങ്കിലോ pre-emptive റൈറ്റ്, ഇത് രണ്ടും ഇതിൽ നോക്കാനുണ്ട്. ഒരു പർട്ടിക്കുലർ റേഷ്യോയിലായിരിക്കും കൊടുക്കുന്നത്. പിന്നെ എന്താ നമുക്ക് പറയാനുള്ളത്, മിനിമം ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ 15 days ഒക്കെ പീരീഡ് വയ്ക്കാറുണ്ട്. പിന്നെ അത് അക്സെപ്റ്റ് ചെയ്യണം, ഷെയർ ഹോൾഡേഴ്സ് എന്തായാലും ഇവർ തരുന്ന റൈറ്റ് ഇഷ്യൂ അക്സെപ്റ്റ് ചെയ്യണം എന്നൊന്നുമില്ല കേട്ടോ, അങ്ങനെയൊന്നുമില്ല. പ്രിവെയിലിംഗ് മാർക്കറ്റ് പ്രൈസിലും കുറവായിട്ടുള്ള ലോവർ റേറ്റിനായിരിക്കും ഈ റൈറ്റ് ഇഷ്യൂ സാധാരണയായിട്ട് ഇഷ്യൂ ചെയ്യാറുള്ളത്. ഓക്കെ, ഇനി അടുത്തതാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. എന്താണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നോക്കി. ഷെയർസ് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട്റൈറ്റ് സെയിൽ ബൈ കമ്പനി ടു സെലക്ട് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ അണ്ടർ സെക്ഷൻ 80 ഓഫ് ദ കമ്പനീസ് ആക്ട് 1956. ദിസ് ഈസ് നോൺ ആസ് പ്ലേസ്മെൻറ്റ് ഓർ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. ഇൻ അതർ വേർഡ്സ്, when a issuer makes an issue security to a select group of person not exceeding 49, it is called a private placement. ഒരു കമ്പനി കുറച്ച് സ്പെസിഫൈഡ് ഇൻവെസ്റ്റേഴ്സിന്, ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് സ്പെസിഫൈഡ് ഇൻവെസ്റ്റേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് അവരുടെ സെക്യൂരിറ്റി സെയിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ പ്രൈവറ്റ് സെക്ടേഴ്സ് ഉണ്ടാവും, കമ്പനി ഉണ്ടാവും, അല്ലെങ്കിൽ പബ്ലിക് ഇഷ്യൂ കമ്പനിയൊക്കെ ഉണ്ടാവും, അവരൊക്കെ ഇഷ്യൂവേഴ്സ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് സ്പെസിഫൈഡ് ഇൻവെസ്റ്റേഴ്സിന് ഒരു കമ്പനി സെക്യൂരിറ്റീസ് ഡയറക്റ്റ് ആയിട്ട് സെയിൽ ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, നമ്മൾ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെ ഉണ്ടാവും, ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ നമ്മുടെ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിൽ ഉണ്ടാവും. ഇതൊരു കോസ്റ്റ് ഇഫക്റ്റീവ് മെത്തേഡാണ്, ഫോർമാലിറ്റീസ് ഒക്കെ കുറവാണ്. പിന്നെയോ പ്രോസ്പെക്ടസ് ഒന്നും ഇഷ്യൂ ചെയ്യേണ്ടതായിട്ട് വരില്ല. ഈ ഒരു സെലക്ട് ഗ്രൂപ്പ് നമ്മൾ സെലക്ട് ചെയ്യുകയാണല്ലോ, ഒരു കമ്പനി കുറച്ചൊരു ലിമിറ്റഡ് ഗ്രൂപ്പിനെയാണ് സെലക്ട് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് ഇവിടെ പ്രോസ്പെക്ടസ് ഒന്നും ഇഷ്യൂ ചെയ്യണം എന്നൊന്നുമില്ല. പിന്നെ ലോക്ക് ഇൻ പീരീഡ് ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ എന്താണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്? When an issuer makes an issue of security to a select group of person not exceeding 49, ഒരു സെലക്റ്റഡ് അല്ലെങ്കിൽ ലിമിറ്റഡ് നമ്പർ ഓഫ് സ്പെസിഫൈഡ് ഇൻവെസ്റ്റേഴ്സിന് സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്നു. അത് സാധാരണയായിട്ടും 49, മാക്സിമം 49 വരെ ഉള്ള നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നോക്കാനുണ്ട്. ടൈപ്സ് ഏതൊക്കെയാണ്? ഒന്നാമത്തേത് പ്രിഫറൻഷ്യൽ അലോട്ട്മെൻറ്റ്, then qualified institutional placement program. qualified institutional placement നമ്മൾ ആദ്യം കണ്ടില്ലായിരുന്നു, അപ്പോൾ പറയാമെന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ ടൈപ്സ് ഓഫ് പ്രൈവറ്റ് പ്ലേസ്മെൻ്റ് ആണ് നോക്കുന്നത്. preferential allotment. When a listed issuer
issues shares or convertible security to a group of persons in terms of provision of chapter 13 of SEBI. Chapter 13 ലാട്ടോ അതിനെന്ത് വിളിക്കും? ഇറ്റ് ഈസ് പ്രിഫറൻഷ്യൽ അലോട്ട്മെൻറ്റ്. ദ കമ്പനി നീഡ്സ് ടു കംപ്ലൈ വിത്ത് സർട്ടൻ പ്രൊവിഷൻസ്. അതായത് പ്രൊവിഷൻ ടേംസിൽ ഒരു ലിസ്റ്റഡ് ആയിട്ടുള്ള ഇഷ്യൂവർ, ലിസ്റ്റഡ് കമ്പനിയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂവർ എന്ത് ചെയ്യുന്നു? ഷെയർസോ അല്ലെങ്കിൽ കൺവേർട്ടബിൾ സെക്യൂരിറ്റീസോ ഒരു സെലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിലേക്ക് ഇഷ്യൂ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിഫറൻഷ്യൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. പ്രിഫറൻഷ്യൽ അലോട്ട്മെൻറ്റ് ഒരു സെലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് എന്ത് ഇൻ ടേംസ് ഓഫ് പ്രൊവിഷൻ, ഏത് പ്രൊവിഷൻ? ചാപ്റ്റർ 13 പ്രൊവിഷൻ വെച്ചിട്ട് ഇഷ്യൂ ചെയ്യുന്നു. അതിനെയാണ് പ്രിഫറൻഷ്യൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ്? When a listed company issue equity shares to qualified institutional buyers only in terms of provision of chapter 12A of SEBI, 12A of SEBI, it is called a qualified institutional placement. അതായത് ഇക്വിറ്റി ഷെയർസ്, ഒരു ലിസ്റ്റഡ് കമ്പനി ഇക്വിറ്റി ഷെയർസ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിന് എന്ത് ചെയ്യുന്നു? ഇഷ്യൂ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ വരുന്നത് ചാപ്റ്റർ 12A ഓഫ് SEBI ആണ് വരുന്നത്. ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി ആരൊക്കെ ആവാം? മ്യൂച്വൽ ഫണ്ട് ആവാം, ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഒക്കെ ആകാവുന്നതാണ്. ദെൻ the company should have been listed on the stock exchange at 1 year before the notice for it. ഒരു വർഷം മുമ്പെങ്കിലും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇങ്ങനത്തെ കമ്പനികൾ എന്താവണം? ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കണം. മൂന്നാമത്തത് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ് പ്രോഗ്രാം. When a listed company makes a FPO, further public offer of equity shares, further public offer ഏതിൽ വരുന്ന? ലിസ്റ്റഡ് കമ്പനിയിൽ വരുന്നതാണ്. അപ്പോൾ when a listed company makes a FPO of equity shares in which allocation and allotment is made only to qualified institutional buyers, it is called IPP. Qualified institutional buyers-ന് മാത്രമേ അലോക്കേഷൻ അലോട്ട്മെൻറ്റും കൊടുക്കുന്നുള്ളൂ എങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയും. This route is available only for companies which are currently not in compliance with the minimum public sharing requirements. Minimum public sharing requirements ഒന്നും ഇല്ലാത്ത, തൽക്കാലം കറൻ്റ്ലി അതൊന്നും ഇല്ലാത്ത ആൾക്കാർക്കാണെന്ത് ഈ IPP പറ്റുന്നത്. ജസ്റ്റ് ആ പേരുകൾ ഫുൾ ഫോം ഒന്ന് നോക്കി വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്ത മെത്തേഡാണ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ. ബുക്ക് ബിൽഡിംഗ് നമ്മൾ അടുത്ത ക്ലാസ്സിലാട്ടോ പഠിക്കുക. ബുക്ക് ബിൽഡിംഗ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇപ്പം നമ്മൾ കൈൻഡ്സ് ഓഫ് ഇഷ്യൂ അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് പബ്ലിക് ന്യൂ ഇഷ്യൂ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 4ാമത്തെ പോയിൻ്റാണ് ESOP അഥവാ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ. എന്താണ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ? ഇത് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? എംപ്ലോയീസിന്, ഒരു കമ്പനിയുടെ എംപ്ലോയീസിനോ ഡയറക്ടേഴ്സിനൊക്കെ ആ കമ്പനിയുടെ തന്നെ ഇക്വിറ്റി ഷെയർസ് ബൈ ചെയ്യുവാനും അങ്ങനെ കമ്പനിയുടെ ഓണേഴ്സ് ആവാനും അല്ലെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റിലെ പാർട്ടിസിപ്പേഷൻ എടുക്കാനൊക്കെയുള്ള റൈറ്റിനെയാണ് ഈ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. നമ്മൾ മുന്നേ FM-ലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഇത് ടാലൻറ്റഡ് ഹ്യൂമൻ റിസോഴ്സസിനെ അവിടെ തന്നെ നിർത്താൻ വേണ്ടി, ആ കമ്പനി തന്നെ തുടരാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. പിന്നെയോ പ്രോഫിറ്റിലും ഒരു പാർട്ടിസിപ്പേഷൻ അവർക്ക് കൊടുക്കുന്നുണ്ട് അല്ലേ? കമ്പനിയുടെ ഓണർ ആവുമ്പോൾ പ്രോഫിറ്റിലും ഒരു പാർട്ടിസിപ്പേഷൻ കൊടുക്കുന്നുണ്ട്. ഈ റൈറ്റ് എന്ന് പറയുന്നത്, ഇവിടെ കിട്ടുന്ന റൈറ്റ് എന്ന് പറയുന്നത് നോൺ ട്രാൻസ്ഫറബിൾ ആണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. An employee stock option plan means a plan under which the company offers an option to their employees to own the share of the company they are working. അപ്പോൾ അവരുടെ കമ്പനിയിലെ തന്നെ ഷെയർസ് ബൈ ചെയ്യുവാനും അങ്ങനെ ആ കമ്പനിയുടെ ഓണേഴ്സ് ആവുവാനും അങ്ങനെ പ്രോഫിറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുമുള്ള റൈറ്റാണ് ഈ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ, ബോണസ് ഇഷ്യൂ. ബോണസ് ഇഷ്യൂ മെത്തേഡ്സിൽ വരുന്നതാണ് ബോണസ് ഇഷ്യൂ. എന്താണ് ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത്? ഇതും നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഫ്രീ റിസർവിൽ നിന്നും ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് ബോണസ് ഇഷ്യൂ എന്ന് പറയില്ലേ? അല്ലെങ്കിൽ നമ്മളിതിൽ ക്യാപിറ്റലൈസേഷൻ ഓഫ് ഫ്രീ റിസർവ് എന്നും പറയും അല്ലേ? ബോണസ് ഇഷ്യൂവിൽ പറയുന്നത് എന്താണ്? ക്യാപിറ്റലൈസേഷൻ ഓഫ് ഫ്രീ റിസർവ് എന്നും പറയും. ഓക്കെ, ബോണസ് ഇഷ്യൂ ഈസ് ഇഷ്യൂ ഓഫ് ഷെയർസ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഔട്ട് ഓഫ് ദ ഫ്രീ റിസർവ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഫ്രീ റിസർവ്സിൽ നിന്നും എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത്.
ഒരു പേയ്മെൻറ്റും കൊടുക്കാതെ തന്നെ നമുക്ക് എന്ത് കിട്ടും? ബോണസ് ആയിട്ടാണ് ഇത് കിട്ടുന്നത്. നോക്കിയേ, ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഗെറ്റ് ദിസ് ആസ് എ ബോണസ് വിത്തൗട്ട് പേയ്മെൻറ്റ് ഓഫ് എനി മണി. ഇതൊരു പർട്ടിക്കുലർ റേഷ്യോയിലായിരിക്കും കൊടുക്കുന്നത് കേട്ടോ. ഇതൊരു പർട്ടിക്കുലർ റേഷ്യോയിലായിരിക്കും കൊടുക്കുന്നത്. As the free reserves are capitalized, there will be an increase in equity capital. Shares issued as bonus are called bonus shares. അപ്പം അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസിനെ നമ്മൾ ബോണസ് ഷെയർസ് എന്നും വിളിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെത്തേഡ്സ് പഠിക്കാനുള്ളത്. എന്തൊക്കെ പഠിച്ചു നമ്മൾ മെത്തേഡ്സ് ആയിട്ട്? പബ്ലിക് ഇഷ്യൂവിൻ്റെ കീഴിൽ IPO, FPO, പിന്നെ ഓഫർ ത്രൂ പ്രോസ്പെക്ടസും ഓഫർ ഫോർ സെയിലും പഠിച്ചു. അതിൽ ഓഫർ ത്രൂ പ്രോസ്പെക്ടസിൻ്റെ കീഴിൽ നമ്മൾ ഓഫർ ഡോക്യുമെൻറ്റ്സ്, ടൈപ്സ് ഓഫ് ഓഫർ ഡോക്യുമെൻറ്റ്സ് പഠിച്ചു അല്ലേ. പിന്നെ റൈറ്റ് ഇഷ്യൂ എന്താണ്, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്താണ്, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിൻ്റെ ടൈപ്സ് ആയിട്ട് 3 എണ്ണം പഠിച്ചു. പിന്നെ ESOP അഥവാ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ, ലാസ്റ്റ് വൺ ബോണസ് ഇഷ്യൂ. ഇത്രയുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പറയുന്നത്. അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് പിന്നെ ബുക്ക് ബിൽഡിംഗ് എന്താണ്, പ്രൊസീജിയർ, പബ്ലിക് ഇഷ്യൂവിൻ്റെ പ്രൊസീജിയർ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോകാനുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ, ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ്, പബ്ലിക് ഇഷ്യൂ പ്രൊസീജിയറൊക്കെ അടുത്ത ക്ലാസ്സിലൂടെ നോക്കാം. ഇന്നോ അല്ലെങ്കിൽ നാളെയോ ആയിട്ട് നമ്മൾ ഈ ക്യാപിറ്റൽ മാർക്കറ്റ് തീർക്കുന്നതാണ് കേട്ടോ. ക്യാപിറ്റൽ മാർക്കറ്റ് തീർന്നു കഴിയുമ്പോൾ നമുക്ക് ടാക്സ് എടുക്കാം. ഇപ്പോൾ ഈ മാസം തന്നെ, ഇനി ഒരു 10 ദിവസമേ ഉള്ളൂ, അതിനുള്ളിൽ തന്നെ മാക്സിമം ശ്രമിക്കുന്നുണ്ട് തീർക്കാനായിട്ട്. എന്തായാലും സെപ്റ്റംബർ മുതൽ നമ്മൾ MCQ ഇടും. ക്ലാസ് തീർന്നില്ലെങ്കിൽ ക്ലാസ് പ്ലസ് MCQ ആയിരിക്കും ഇടുന്നത്. അപ്പോൾ അതിനു മുമ്പ് എല്ലാവരും കറക്റ്റായിട്ട് ക്ലാസ്സുകളൊക്കെ കണ്ടു പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.